ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലോനീസ് ലാസ്റ്റ് കിച്ചൻ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. നമുക്കിത് കഴുകി കുക്കറിലോട്ട് വേകാൻ വെക്കാം. 2 വിസിലായാൽ മതി. ബീഫ് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വേകാൻ വെക്കാം. നമുക്കിതെല്ലാം ഓരോന്നായി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നമുക്കിത് ഇത്രയും ഓരോന്നായി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുക്കറിന്റെ വിസിൽ പോയിരിക്കുന്നു. നമുക്ക് ഇറച്ചി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ബീഫ് അച്ചാറിന് ആവശ്യമുള്ള മസാലകൾ എടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ ജീരകം, 1/4 സ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഉലുവ, 1 സ്പൂൺ ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്കിതിൽ ബീഫ് പൊരിച്ചെടുക്കാം. നമുക്കിത് പൊടിച്ചെടുക്കാം. നമുക്കിതിൻ്റെ കൂടെ 2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല. ആ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബീഫ് റെഡിയായിരിക്കുന്നു. നമുക്ക് കോരിയെടുക്കാം. ബീഫ് പൊരിച്ച എണ്ണയിൽ പച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളക്, കരിവേപ്പില, മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്കിത് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക്, കരിവേപ്പില, മല്ലിയില മൂത്തിരിക്കുന്നു. നമുക്ക് മസാല ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് പൊരിച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാർ റെഡി ആയിരിക്കും. നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം വിനീഗർ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനീഗർ ഇതിലോട്ട് പിടിക്കാനായിട്ടുണ്ട്. ബീഫ് അച്ചാർ റെഡിയായിരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടിൻ്റെ കൂടെയും വെച്ച് തിന്നാവുന്ന ഒരു ഡിഷാണിത്. ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് വരെയും കഴിക്കുകയാണെങ്കിൽ ഇത് വെച്ച് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങളെ കാണുന്നത് വരെ ബൈ ഫ്രം ഷാലോനീസ് ലാസ്റ്റ്.